ഹലോ, നല്ല നമസ്കാരം. ദി കോൾ ഹിം ഓജി. പോൾ ഹിം ഓജിയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഓജി ഈസ് മൂഞ്ചി. നാറ്റമടിച്ചിട്ടുണ്ടല്ല, തിയേറ്ററിൽ ഇരിക്കാൻ കഴിയുന്നില്ല. മലയാളത്തിൽ നിന്ന് ഹനീഫ ദാനിയുടെ മാർക്കോ, തമിഴിൽ നിന്നും ലോകേഷ് കനകരാജിൻ്റെ വിക്രം, കന്നഡയിൽ നിന്നും പ്രകാശ് നീലിൻ്റെ KGF, രാജമൗലിയുടെ RR, അങ്ങനെ എല്ലാ ഭാഷകളിൽ നിന്നും ചുരണ്ടിയെടുത്ത പിണ്ടമാണ് ഓജി. സ്ലോ മോഷനും ആക്ഷനും ബീജവും ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമയുടെ ഗതി എന്താകുമായിരുന്നു? ഞാൻ ആലോചിക്കായിരുന്നു ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം. എൻ്റെ കൂടെ ഇരുന്ന് സിനിമ കണ്ടവരുണ്ടല്ലോ, ഇൻ്റർവെൽ വരെയൊക്കെ നന്നായിട്ട് ആസ്വദിച്ച സിനിമ, അത് കഴിഞ്ഞിട്ട് അവർ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ അവർ പരസ്പരം മുഖത്ത് നോക്കി ചീത്ത വിളിക്കുക. ഇൻ്റർവെൽ വരെ പഞ്ചക്ക കിടിലൻ സാധനമായിരുന്നു. അവർ ബാത്റൂമിലൊക്കെ പോയിരുന്നിട്ട് ചീത്ത വിളിക്കുകയാണ് പരസ്പരം മുഖത്ത് നോക്കി. അത്രയ്ക്കും ഞാനിത് റിവ്യൂ ചെയ്യണമായതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ മുഴുവനും കണ്ണും തുറന്നിരുന്ന് കണ്ടത്. ഞാൻ ഒരുപാട് കാട്ടവരാത സിനിമകൾ കണ്ടിട്ടുണ്ട്, മലങ്കൾട്ടും കൾട്ടും എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ കാണാൻ തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകനെ മൂഞ്ചിക്കുന്ന കഥയും ലോജിക്കും. ശരി, ലോജിക്ക് മാറ്റിവെക്കാം, തെലുങ്ക് സിനിമയാണല്ലോ, ഓക്കെ. പക്ഷേ ഈ സിനിമ റൺ ചെയ്യാൻ വേണ്ടി ഒരു പ്ലോട്ട് വേണ്ടേ? ആ പ്ലോട്ട് ഒന്നും പറയുന്നില്ല. ആ പ്ലോട്ട് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ഞാൻ സിനിമയുടെ പേര് പറയുന്നില്ല. കോടികൾ കൊയ്ത ഒരു സിനിമയാണ്, വിവാദമായ സിനിമയാണ്. ആ സിനിമയുടെ കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അടിവരയിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലുള്ള ഊളത്തരങ്ങൾക്ക് പണം മുടക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെയാണ് ആദ്യം തല്ലേണ്ടത്. സഹോ സിനിമയുടെ ആ മേക്കിങ്ങും ആ സ്റ്റൈലും ഒക്കെ കണ്ടിട്ടാണ് അതിൻ്റെ സുജിത്ത്, ആ സംവിധായകനെ കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് കയറിയത്. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പണി വച്ചിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സിനിമയ്ക്ക് കയറിയത്. പക്ഷേ പവൻ കല്യാണൻ എന്ന മഹാകാട്ടവരാധ ദുരന്തം ഈ ഊള സിനിമയ്ക്ക് ഇനി സെക്കൻഡ് ഹാഫ് കൂടെ ഉണ്ട്, പുല്ല്. ഇനി അതും നമ്മൾ സഹിക്കണം. ഫസ്റ്റ് പാർട്ട് തന്നെ അസഹനീയം, ഇനി സെക്കൻഡ് പാർട്ട് കൂടി. എൻ്റെ അമ്മയോ. അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇന്ത്യൻ സിനിമയ്ക്ക് എന്താണ് ഈ ജപ്പാൻ ജ്വരം വല്ലതും ബാധിച്ച? ഇപ്പം ഏത് സിനിമ എടുത്താലും ജപ്പാനിലാണ്. ഒന്നിയിൽ അവിടെ നിന്ന് സ്വർണം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തടി കൊണ്ടു കയറ്റുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഗുണ്ട വരുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഗുണ്ട അങ്ങോട്ട് പോയി അവിടെ കീഴ്പ്പെടുത്തുന്നു. ഇതെന്താണ്? ഈ ജപ്പാൻ എന്ന് പറയുന്നത് ലോകത്തിൽ നമ്പർ 1 വാല്യൂ ആയിട്ടുള്ള പാസ്പോർട്ടൊക്കെ ഉള്ള ഒരു രാജ്യമല്ലേ? ആ രാജ്യക്കാരെ വെറുതെ പറയിപ്പിക്കാൻ വേണ്ടി പുഷ്പ, അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ നമ്മുടെ അജിത്തിൻ്റെ ഒരു സിനിമ, അത് കഴിഞ്ഞിട്ട് ഈ അപരാധം, അങ്ങനെ എല്ലാം കൊണ്ട് ഈ ജപ്പാൻ കുറ്റിയിലാണ് ഇപ്പോൾ എല്ലാ സിനിമയും കൊണ്ട്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ മൂവികളെല്ലാം കൊണ്ട് ജപ്പാൻ കുറ്റിയിലാണ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിലെ കുറേ പാസം ചിലവർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാസൊക്കെ ഉണ്ടല്ലോ വളരെ ഇമോഷണലി കണക്റ്റായിട്ട് അവരോടൊപ്പം നമ്മൾ സഞ്ചരിച്ച് ചിലപ്പോൾ നമ്മൾ കരയും. പക്ഷേ പവൻ കല്യാണിനെ പോലുള്ള ഒരു മരവാഴയെ കൊണ്ടുവന്ന് മകൾ പാസം കാണിച്ചപ്പോൾ കണ്ടപ്പോൾ എനിക്കോട്ടല്ല ക്രിഞ്ചടിച്ചിട്ട് ഞാൻ കുറേ സമയം തല ഉരിച്ചിരുന്ന്, എനിക്ക് അത്രയ്ക്ക്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിലെ നായികയുടെ കാര്യം കൂടെ പറയണം. നായിക ഈ നമ്മുടെ ഈ സാമ്പാറിൽ ഈ മുരിങ്ങക്കോല് കാണത്തില്ലേ, അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു, ഒരു കല്ലുകടി പോലെ വരുന്നു, ഒരു പാട്ട് ചെയ്യുന്നു, ഒരു കിസ്സടിക്കുന്നു, പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് വന്ന് അങ്ങനെ കുറേ സാധനം. പിന്നെ ഇടയ്ക്ക് കുറേ ആൾക്കാർ വരുന്നു, പവൻ കല്യാണിനെ അങ്ങനെ വെറുതെ അങ്ങ് ബൂസ്റ്റ് ചെയ്യുന്നു, വരുന്നവരും പോകുന്നവരും അറിഞ്ഞം പുറിഞ്ഞം ബൂസ്റ്റ് ചെയ്ത് തള്ളി മറിക്കുന്നു. എൻ്റെ അമ്മോ, എന്തൊരു സിനിമയുടെ അപരാധം. പിന്നെ ഒരു ആക്ഷൻ സീക്വൻസിൽ ഒരു വാളിങ്ങനെ ആകാശത്തോടെ ചുറ്റിക്കറങ്ങി കൊല വിളിച്ചിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ എല്ലാവരുടെയും സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെ അപരാധങ്ങളുടെ അപരാധം. ഞാനിതിൻ്റെ സ്റ്റോറി ഞാൻ പറയുന്നില്ല. സ്റ്റോറി കാരണം മലയാള സിനിമയുമായിട്ട് നല്ല അഭേദ്യമായ ഒരു ബന്ധമുള്ള ഒരു സിനിമയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാനിതിൻ്റെ പോസിറ്റീവ് ഘടകങ്ങളെക്കുറിച്ച് പറയാം. മനോജ് പരമഹംസയും രവി കെ ചന്ദ്രനും ഇവരുടെ ക്യാമറ, അവർ കിടിലമായിട്ടാണ് ക്യാമറ നല്ല സ്റ്റൈലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല, നല്ല ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്.
ഒരുപക്ഷെ KGF-നേക്കാളൊക്കെ നല്ല മുകളിൽ നിൽക്കുന്ന നല്ല രീതിക്കുള്ള ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമൻ്റെ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. അതിപ്പോൾ നമ്മുടെ ഇമ്രാൻ ഹാഷ്മിയുടെ ഇൻട്രോ ആയിക്കോട്ടെ, പവൻ കല്യാണിൻ്റെ ഇൻട്രോ ആയിക്കോട്ടെ, എല്ലാത്തിനും കിടുക്കാച്ചി സാധനം കൊടുത്തിട്ടുണ്ട്. ഓരോ സീനിനെയും നന്നായിട്ട് തന്നെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അത് വർക്കായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസും ഇതിൻ്റെ കളറിങ്ങും കൂടി പറയണം. ആക്ഷൻ സീക്വൻസ് 6-7 ഉണ്ടെന്ന് തോന്നുന്നു. അടിയും പിടിയും വെട്ടും കുത്തും കുറേ ഉണ്ട്. അതുകൊണ്ട് എണ്ണാനൊന്നും പറ്റിയില്ല. ഇതിന് ഇടയിൽ കുറേ ക്രിഞ്ച് സാധനങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോഴൊക്കെ എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ടായിരുന്നു. ആക്ഷൻ സീക്വൻസിനൊക്കെ നല്ല രീതിക്ക് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇമ്രാൻ ഹാഷ്മിയുടെ ഇൻട്രോ നല്ല സ്റ്റൈലായിരുന്നു. അതോടൊപ്പം തന്നെ മിക്ക സീനും നമ്മുടെ പവൻ കല്യാണിൻ്റെ സീനൊക്കെ ഒരുമാതിരി ഇൻട്രോ പോലെയാണ് എല്ലാം എടുത്തു വച്ചിരിക്കുന്നത്. സ്ലോ മോഷൻസ് ഇട്ട് ഇതിൻ്റെ ഒരു 50% സ്ലോ മോഷൻ തന്നെ. സ്ലോ മോഷൻസ് ഇട്ട് കച്ചടയാക്കിയിട്ടുണ്ട് നീ. ഇതിൻ്റെ എഡിറ്ററിനെ ഉണ്ടല്ലോ, അവനെ സ്ക്രീൻ പ്ലേ നോക്കാതെയാണെന്ന് തോന്നി ഇവ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആവശ്യം ഉള്ളിടത്തും ആവശ്യം ഇല്ലാടത്തും എല്ലാം എടുത്ത് സ്ലോ മോഷൻ ഇട്ടിട്ട് ഈ സിനിമയെ അങ്ങ് വലിച്ചു നീട്ടിയിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പിന്നെ പവൻ കല്യാണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പവൻ കല്യാണും നായികയും നമുക്ക് മാറ്റി വയ്ക്കാം, ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് മാത്രം നോക്കാം. ഇമ്രാൻ ഹാഷ്മി അദ്ദേഹത്തിൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം ചത്തത് മാത്രമേ എനിക്ക് സങ്കടമായിട്ട് തോന്നിയുള്ളൂ. ശോകമായിപ്പോയി. അതോടൊപ്പം തന്നെ പ്രകാശ് രാജ് നല്ലൊരു രീതിയിൽ തന്നെ അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുദേവ് നായറിന് അദ്ദേഹത്തിന് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഇത്തിരി കൂടി പ്രകാശ് രാജിൻ്റെയൊക്കെ കാലം എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഹരീഷ് ഉത്തമൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ പുറഞ്ചം ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്, ബൂസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. പിന്നെ ഈ നമ്മൾ ലോജിക്ക് ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ട് ഓജസ്സും ഗാംഭീര്യവുമുള്ള നമ്മുടെ ഓജസ് ഗാംഭീര്യയെ അറിഞ്ഞുകൊണ്ട് തലവച്ച് കൊടുക്കാൻ താല്പര്യമുള്ളവർ പോയി കാണുക. നിങ്ങൾ കാണണോ വേണ്ടയോ ഒന്നും ഞാനൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കാണാതിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളെ ആരെയും പിടിച്ചു വച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് പോയി കാണാതിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇനി കണ്ടിട്ട് കുറ്റം പറയരുത് എന്നെ. കാരണം വധമല്ല, ഒന്നും പറയുന്നില്ല. താങ്ക് യു.